നമ്മുടെ നാട്ടിൽ നമുക്ക് അധികം കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന കലാകാരന്മാർ വന്ന് അവരുടെ രാഷ്ട്രീയം പറയുകയും എന്തുകൊണ്ട് കമ്മ്യൂണിസം വേണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തുകൊണ്ട് വിശ്വസിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രോഹിണിയുടെ കാശ്മീർ ഫയൽ എന്ന നാടകവും അവിടെ അരങ്ങേറുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നു അത് ഇന്നാണെന്ന് തോന്നുന്നു. അതെ, രോഹിണിയുടെ നാടകം ഇന്നാണ്. സ്റ്റാലിനും അതുപോലെ മുഖ്യമന്ത്രി പിണറായിയും ഒക്കെ പങ്കെടുത്ത ആ സെമിനാറിന് രോഹിണി വന്നിരുന്നു. രോഹിണി അവിടെ ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാലിൻ രോഹിണിയുടെ പേരെടുത്ത് പറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇന്ന് രോഹിണിയുടെ നാടകമുണ്ട്. ഇന്ന് പ്രകാശ് രാജ് എത്തുന്നുണ്ട്. പ്രകാശ് രാജ് ഇന്നത്തെ മുഖ്യ ആകർഷകം എന്ന് പറയുന്നത് കേന്ദ്രം എന്ന് പറയുന്നത് പ്രകാശ് രാജാണ്. നേരത്തെ സമുദ്രക്കനിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തയാൾ വളരെ ആവേശഭരിതനായി പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാളത്തിൽ വസന്തത്തിൻ്റെ വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന സിനിമയിൽ സമുദ്രക്കനി സഖാവ് പി കൃഷ്ണപിള്ളയുടെ വേഷമാണ് ചെയ്തത്. അത് അരുമയായ വേഷത്തിൽ ഗംഭീരമായി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നന്നായി അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് ഇവരെത്ര എക്സൈറ്റഡ് ആയിട്ടാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് നമ്മളിങ്ങനെ കേട്ടു നിന്നു ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ് വെട്രിമാരൻ്റെ ഈ സംഭാഷണത്തെക്കുറിച്ച്, വെട്രിമാരൻ പൊതുവെ അധികം സംസാരിക്കാത്ത ആളാണ്. അപ്പോൾ ഇവർ പക്ഷേ നല്ല ബന്ധമാണ് ഇവരൊക്കെ തമ്മിലുള്ളൊരു അടുപ്പമൊക്കെ നമുക്കിങ്ങനെ കാണാം. സു വെങ്കടേശൻ ഉണ്ടല്ലോ, മധുര MP, CPM-ൻ്റെ MP. അപ്പോൾ അവർക്കൊപ്പമൊക്കെ ഇവരെല്ലാവരും ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ്, അപ്പോൾ ഈ ഒരാൾ എനിക്ക് ഗംഭീരമായി ഇവരെക്കാൾ നമ്മൾ പറയേണ്ട ഒരാളുണ്ട്. പേരൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് എനിക്കറിഞ്ഞു. അദ്ദേഹമാണ് ഈ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ. വെട്രിമാരൻ സംസാരിക്കില്ല, വളരെ പതുങ്ങി വളരെ കുറച്ച് മാത്രം സംസാരിക്കും. അപ്പം ചിലത് ചോദിക്കാം, ചിലതായി എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ട്രാക്ക് ചെയ്ത് കൊണ്ട് നിർത്തിയിട്ട് കുറേ ലളിതമായ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെയാണ് വെട്രിമാരൻ ഇത്രയൊക്കെ സംസാരിച്ചത്. അപ്പോൾ വെട്രിമാരൻ പറയുന്നുണ്ട് വിടുതലൈ 4 വർഷക്കാലം അതിലിങ്ങനെ പ്രവർത്തിച്ചതിനെക്കുറിച്ചും അവിടെയാണ് ഈ മാർക്സിസ്റ്റ് വിദ്യാർത്ഥിയാണെന്ന്. അങ്ങനെ ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടില്ലായിരുന്നുവെങ്കിൽ അതൊരു മനുഷ്യവിരുദ്ധ സിനിമയാകുമായിരുന്നു. ആ നിലയിൽ ആ ഫിലിം മേക്കർ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക്, അതിൻ്റെ നിറവിലേക്ക് ആ സിനിമ എത്തിയത് തൻ്റെ ഉള്ളിലത്തെ ഈ രാഷ്ട്രീയം, ആ യാത്ര, ആ പഠനം, മാർക്സിയൻ പഠനമാണ് വിടുതലൈ അങ്ങനെ ഒരു വലിയ അനുഭവമാക്കി മാറ്റിയത്, അല്ലെങ്കിൽ മികവുറ്റതാക്കിയതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അസുരൻ, വെട്രിമാരൻ്റെ ഏറ്റവും മികച്ച, എല്ലാവരും എപ്പോഴും സംസാരിക്കുന്ന ഒരു സിനിമയാണ്, ധനുഷ് അഭിനയിച്ച സിനിമ. മനു അതേക്കുറിച്ച് പറഞ്ഞത് മധുരയിൽ വന്ന് 2.5 വർഷക്കാലം താമസിച്ച് മധുര പഠിച്ചിട്ടാണ്, മധുരയെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ആ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്ന തരത്തിൽ അങ്ങേയറ്റം ഒരു മാത്രമല്ല കലാകാരന്മാരുടെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം അവരത് വളരെ പ്രകടമായി പറയാനും നേരത്തെ മനു പറഞ്ഞ പോലെ ഒരു മടിയും കാണിക്കുന്നില്ല. അതിൽ ഈ ജ്ഞാനവേലുണ്ടല്ലോ, ജ്ഞാനവേൽ. അപ്പോൾ അദ്ദേഹം ഈ ജയ് ഭീം എന്നതായിരുന്നു അടുത്ത കാലത്ത് ഇന്ത്യ കണ്ടിൽ വെച്ച് ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ളൊരു സിനിമ. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് CPM എന്ന് CITU CPIM എന്നെല്ലാം തുറന്നു പറയുകയാണ്. സാധാരണ ഇത്തരം സിനിമകളിലെല്ലാം തന്നെ ആ പേരൊക്കെ മറച്ചു വെച്ച് അങ്ങനെയുള്ളൊരു ആ രീതിയിലൊക്കെ ഇവർ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഇത് തുറന്നു പറയുന്നു, ചുവപ്പ് കൊടി കാണിക്കുന്നു, പാർട്ടി ഇതെല്ലാം തുറന്നു പറയുന്ന പോലല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, അപ്പോൾ ജ്ഞാനവേലിനോട് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എന്താണ് എന്തോ കേട്ട പോലെ അതിലൊരു വളരെ ഇപ്പോൾ രാജേന്ദ്രേട്ടൻ ആ ഒരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊരു ഫ്രെയിമുണ്ട്. അതിൽ മൂന്നാറിൽ CPIM-ന്റെ ഓഫീസ് കാണിക്കുന്ന ഒരു ഫ്രെയിമുണ്ട്. ഒരുപക്ഷെ ഈ സമീപകാലത്ത് ഇന്ത്യൻ സിനിമയിൽ കണ്ട ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഫ്രെയിം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. സൂര്യ ഓഫീസിലേക്ക് വന്ന് കയറുന്നൊരു ഫ്രെയിം, അതൊന്ന് ഓർമ്മിച്ചത് മാത്രം. അപ്പോൾ ഇദ്ദേഹത്തോട് സംവിധായകനോട് അന്ന് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ രാഷ്ട്രീയം സാധാരണ ഇങ്ങനെ തുറന്നു പറയാറില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പ് ഒരു ചുവപ്പ് കൊടിയൊക്കെ കാണിക്കുന്നു, പക്ഷേ നിങ്ങളിത് തുറന്നു പറയുന്നു, ആ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്നു, എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സംവിധായകൻ പറഞ്ഞത്, ഞാൻ ഈ സിനിമാക്കാരനാവുന്നതിന് മുമ്പ് ഞാനൊരു ജേർണലിസ്റ്റായിരുന്നു, TV ജേർണലിസ്റ്റായിരുന്നു, അതേ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ ഞാനൊരു ജില്ലാ ലേഖകനായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ അവിടെ എൻ്റെ ജില്ലയിൽ സമരം ചെയ്യുന്നത് ആകെ ഈ അടിസ്ഥാന ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നത് CPM CITU ഇത്തരത്തിലുള്ള ഇടതുപക്ഷ സംഘടനകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ നിരന്തരം അവരെന്നെ വിളിക്കും, ഞാൻ പോയി കഴിഞ്ഞാൽ അവരുടെ സമരങ്ങളെല്ലാം തന്നെ എടുക്കും. ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി മനസ്സിലാക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഈ സിനിമ എടുത്തത്.
ഇതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു, എന്താ കമ്മ്യൂണിസം കണ്ട് മനസ്സിലാക്കുന്നു, അങ്ങനെ അത് വലിയൊരു സിനിമയായി മാറുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ചരിത്രം ഇതാണ്. പിന്നെ പ്രകാശ് രാജിനെ പറ്റി പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് തിരുവനന്തപുരത്തൊരു ഭരത് മുരളി ഈ ഒരു നാടകോത്സവം നടന്നിരുന്നു ആ സെനറ്റ് ഹാളിൽ നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അവിടെ ഒരു വളരെ രസകരമായ നല്ല ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള രാഷ്ട്രീയമുള്ള ഒരു നാടകം, അതിൻ്റെ പേര് ഈ തീവണ്ടിയാണ്. തീവണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ പരീക്ഷണ നാടകമാണ്. അപ്പോൾ അത് മലപ്പുറത്തുള്ള ഒരു നാടക സംഘമാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് കൂയി അങ്ങനെ ഒരു പേരാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് സെറ്റിനൊക്കെ ഒരുപാട് പണമെല്ലാം ചിലവാകും. അപ്പോൾ അവസാനം ചോദിച്ചു, അല്ല നിങ്ങളിത് ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചപ്പോൾ അത് പ്രകാശ് രാജാണ് ആ നാടകം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രകാശ് രാജിനെ പോലുള്ള ആൾക്കാരുടെ റോളെന്ന് പറയുന്നത് ഈ ഒരു അഭിനേതാവ്, സാംസ്കാരിക പ്രവർത്തകൻ എന്നതിലെല്ലാം ഉപരിയായി ഇത്തരത്തിൽ ഒരുപക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ, ആ സഹായം കിട്ടിയില്ലെങ്കിൽ ആ നാടകം തന്നെ നടക്കുമായിരുന്നില്ല. ആ രീതിയിൽ ഈ കലയെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ഇവിടെ സമ്മേളിക്കുന്നുണ്ട്. അവരെല്ലാം കൂടി കൂടിച്ചേരുന്ന അവരുടെ ഒരു കൂടിച്ചേരൽ വേദി കൂടിയാണിത്. അപ്പോൾ സമ്മേളനത്തിന് അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇവരാരും മധുരക്കാരല്ല, മധുരയിലേക്ക് ഇതിനുവേണ്ടി എത്തിച്ചേരുന്നവരാണ്. അവരുടെ മറ്റ് ജോലികളും ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിനുവേണ്ടി സമയം കണ്ടെത്തി വരുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രോഹിണിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ രോഹിണി പറഞ്ഞൊരു കാര്യം, വാച്ചാത്തി അവർ വലിയ റിസർച്ച് ചെയ്തൊരു വലിയ സിനിമയിലേക്ക് അതിനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണിപ്പുരയിലാണ് അവർ. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ജയ് ഭീം പോലെ മറ്റൊരു വലിയ സംരംഭമാണ്. വലിയ തോതിലുള്ളൊരു ഒരു നാടിനെ ആകെ, അല്ലേ, ഒരു സ്ത്രീകളെ ആകെ കൂട്ടമാനഭംഗത്തിന് വിധേയമാക്കി അങ്ങനെ തീർത്തും നശിപ്പിച്ച ഒരു നാടിൻ്റെ ആ പ്രശ്നം ഏറ്റെടുത്ത് സുപ്രീം കോടതി വരെ കൊണ്ടുപോയി പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വീരപ്പൻ്റെ പേര് പറഞ്ഞായിരുന്നു ആ ഗ്രാമവാസികളെ മുഴുവൻ, സ്ത്രീകളെ മുഴുവൻ കൂട്ടമാനഭംഗത്തിന്, ബലാത്സംഗത്തിന് വിധേയമാക്കിയത്. അപ്പോൾ ആ നിയമ പോരാട്ടവും നടത്തിയത് അവിടെ ഈ പറഞ്ഞതുപോലെ CPIM-ഉം ജനാധിപത്യ മഹിളാ അസോസിയേഷനും അതിൽ ദേശീയ തലത്തിൽ സുഭാഷിണി അലിയും ഇവരെല്ലാവരും വലിയ ബൃന്ദയും അവരൊക്കെ വലിയ പിന്തുണ കൊടുത്തിരുന്നു. അങ്ങനെ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയുണ്ടായ ഒരു വലിയ തലമുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഒരു വലിയ സിനിമ തയ്യാറെടുക്കുകയാണ്, അത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്, തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. അതാണ് രോഹിണി പറയുകയും ചെയ്തത്. അങ്ങനെ ഈ പാർട്ടി കോൺഗ്രസ് നമ്മുടെ കണ്ണിൽ, നമ്മുടെ അനുഭവങ്ങളിൽ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വലിയ ആവേശകരമായ ഒരു അനുഭവം കൂടിയാണ് പങ്കുവെക്കുന്നത്. തീർച്ചയായും ഒരു കാര്യം കൂടി പറയാം. നിങ്ങളിപ്പോൾ നമ്മൾ ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് സംസാരിച്ചല്ലോ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു നടനെ പൊളിച്ചടുക്കിയ ഒരു MP ആയിരുന്നു ഇന്നലെ മധുരയുടെ ഹീറോ എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPക്ക് ഇന്നലെ അവിടെ ലഭിച്ച ഒരു സ്വീകാര്യത അത് നമ്മൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു. സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ നടന വൈഭവത്തെ പാർലമെന്റിൽ പൊളിച്ചടുക്കി എത്തുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, സുരേഷ് ഗോപി എന്ന നടനെ കൂടി നിങ്ങൾ വിലയിരുത്തണമെന്ന് ഈ ഘട്ടത്തിൽ. അല്ല, അത് മാത്രമല്ല, കൈരളിയും മധുരയിൽ വലിയ ചർച്ചയാകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ, ഇന്നലെ രാവിലെ ഉണ്ടായൊരു സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെ ശേഷം അദ്ദേഹം സുരേഷ് ഗോപിയുടെ ആ ഒരു അഭ്യാസം ഉണ്ടല്ലോ, പ്രകടനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ കുറച്ചുകൂടെ ലളിതമായ വല്ലാത്തൊരു വിവരക്കേട് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യുകയാണ്. അങ്ങനെ പ്രകടനം നടത്തുമ്പോൾ അതൊക്കെ ആളുകൾ കാണുകയാണ്. ആളുകൾ അത് വെച്ചിട്ട് നമ്മളോടൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൈരളി എന്നുള്ള തരത്തിൽ പറയുക, നമ്മുടെ മൈക്കും ലോഗോയും ഒക്കെ കാണുകയൊക്കെ വെച്ചിട്ട് എന്താണ് ഈ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് അറിയാൻ പല മനുഷ്യരും നമ്മളോടൊക്കെ വന്ന് സംസാരിച്ച മറ്റു ഭാഷക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഇത് വന്നു. ഈ മനു പറഞ്ഞ പ്രശ്നം ഞങ്ങൾ ഇന്നലെ നേരിട്ട് ഞാനും രാജേന്ദ്രനും ഒക്കെ കണ്ടതാണ്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആ വീഡിയോകളൊക്കെ അസാമാന്യ വൈറലായി കഴിഞ്ഞിരുന്നു. എല്ലാ ഭാഷയിൽപ്പെട്ട ആളുകളും വന്നതോട് അതേക്കുറിച്ച് ചോദിക്കുകയും രാജ്യസഭയിലെ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുകയും സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ളൊരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. മനു പറഞ്ഞ കറക്റ്റാണ്, നേരിട്ട് തന്നെ കണ്ട. അതുകൊണ്ടാണ് അങ്ങനെ വാർത്തകളും വന്നതാണ്. മധുര പാർട്ടി കോൺഗ്രസിൽ അല്ലെങ്കിൽ താരമായി മാറി എന്ന് പറയുന്ന തരത്തിൽ. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ MP വന്നപ്പോഴും ഈ തരത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹം ലോക്സഭയിൽ വളരെ ഗൗരവതരമായ, വളരെ ചുരുക്കം വാക്കുകളുള്ള, വളരെ തീക്ഷ്ണമായ ഒരു പ്രശ്നം അവതരിപ്പിച്ചാണ് അന്നും ലോക്സഭയിൽ ഇടതുപക്ഷം അവരുടെ ഇക്കാര്യത്തിലുള്ള എതിർപ്പറിയിച്ചത്, വിയോജിപ്പറിയിച്ചത്, പ്രതിഷേധം രേഖപ്പെടുത്തി. അന്നും സമാനമായ ഒരു അനുഭവം തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഓക്കെ, താങ്ക് യു രണ്ടുപേർക്കും നന്ദി.